ഞാൻ ഇന്നൊരു വീട്ടിൽ പോയതാണ്, പേരാവൂരടുത്ത്. ആ വീട്ടിലെ കാഴ്ചകൾ നല്ല രസമായിട്ട് ഉണ്ടെന്നുള്ളതാണ്. കാണിച്ചുതരാം, നോക്കിക്കോളൂ. ഹൈ, മുട്ടച്ചേട്ടനാണേ. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, നാലുകെട്ട് സ്റ്റൈലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. എന്നാൽ ഇതെല്ലാം കൂടെ കൂടിയ പ്രത്യേകമായ ഒരു ലുക്കാണ് ഈ വീഡിയോ കാണാനുള്ളത്. പേരാവൂർ തെറ്റുവഴിക്കടുത്തുള്ള എറ്റേണിറ്റി പൂൾസ് അവരുടെയാണ് ഈ വീട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു, മുട്ടച്ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതാണ്. അങ്ങ് അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയായിട്ട് പോവുകയാണ്. അതാണ് അതിൻ്റെ രസം എന്നുള്ളത്. ഞാൻ വെയിലത്ത് നിന്നുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പുകൾ കണ്ടോ, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രീതിയിൽ കൂടെ ഉണ്ടാക്കിയത്. രണ്ട് സൈഡിലും പാന ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു റൂമുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല, എന്തിനും ഇതിനാണ്. ഗസ്റ്റുകളെല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം അല്ലേ. നമ്മൾ വീടിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം. ഇതാണ് ബഹുമാനപ്പെട്ട പേരാവൂർ ഇടവകയിലെ വൈദികരൊക്കെ ഇവിടെയുണ്ട്. അവരാണ് ഇത് ബ്ലെസ്സിങ്സ് നടത്തിയത്. ഇത് വീടിൻ്റെ ഒരു മെയിൻ ഹാളായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഗസ്റ്റുകളെല്ലാം വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫുഡ് ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം വേറെ ഇതുണ്ട്. സീലിംഗ് എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ കൂടിയാണ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒന്നും ഇതല്ല, കുറേ ആൾക്കൂട്ടമുണ്ട്. നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയ്ക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കോർട്ട് യാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. പക്ഷേ എങ്കിൽ ഇവിടെ നല്ല പന ചെടികളെല്ലാം വെച്ചിട്ട് ഇതുണ്ട്. മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശം കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും സജിത്തിന് അവന് നല്ല ഐഡിയാപരമായിട്ടാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരിതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനപ്പുറത്തേക്കാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു സൈഡിൽ ഇതുണ്ട്. അപ്പം ഇവരാണ് ഈ നിൽക്കുന്ന ആൾക്കാരാണ് ഈ വീടിൻ്റെ സാരഥികൾ. ഓക്കെ, ഞാൻ പിന്നെ പരിചയപ്പെടാം. ഓക്കെ, എന്താണെങ്കിലും ഇവരാണ് ഈ വീടിൻ്റെ സാരഥികൾ. ഇവരാണ് എന്നെ അപ്പം ഞാൻ ഇത്രയും ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടേ, എന്നാലല്ലേ ശരിയോടും. എന്താണെങ്കിലും മുട്ടച്ചേട്ടൻ സൗഹൃദ കൂട്ടായ്മ ഈ കുടുംബത്തിന് നേരുകയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും. പുതിയ വർഷം, പുതിയ ഭവനം, എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. കയറുകയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക്. എങ്ങനെയുണ്ടോയെന്ന് അറിയാം അല്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഇതല്ലേ? അവിടെ ഇരുന്നുള്ളൂ കേട്ടോ. ഒരു വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഇതായിട്ടില്ല. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഭംഗിയായിട്ട് കാണാം. നല്ല രസമായിട്ട് കാണുന്നില്ല, നോക്കിയേ, ഭംഗിയായിട്ടില്ലേ? സജിത്ത് ആളും മിടുക്കനാണ്. നല്ല ഐഡിയാപരമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു കൊച്ചു കുട്ടൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഹായ്, ഇവരെല്ലാവരും ഗസ്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇത്? അറ്റാച്ച്ഡ് ബാത്റൂമാണത്. ഓക്കെ, അവിടെ അതിനോട് അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ മുകളിലൊരു സംഭവം കണ്ടോ, അവിടുന്ന് ഇഷ്ടംപോലെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഗ്ലാസിൻ്റെ ഇത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ സീലിംഗ് ഒക്കെ ഒരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതൊക്കെ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കയറിയൊന്ന് കാണണ്ടേ. സ്റ്റെയർ കേസ് ഒരു പ്രത്യേക ഇതിൽ കൂടിയാണ്. പഴയ തട്ടുംപുറത്ത് കയറുന്ന അനുഭവങ്ങളോ ഓർമ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കുക. ഞാനും കയറാം, നടുവേനൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാനും പതുക്കെ കയറാം. മുകളിൽ ചെന്നിട്ട് ഇത് ബാക്കി എടുക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ ബെഡ്റൂമിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ റോഡ്, മുറ്റമെല്ലാം കാണാം. ഇത് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് മൊത്തം. അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ ബെഡ്റൂം ഇങ്ങനെ ഇതിലായിട്ട് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ഇതിൻ്റെ സീലിംഗ് എല്ലാം കണ്ടോ, വേറൊരു വിധത്തിൽ കൂടിയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. വീടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റുകളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട്. ഞാനൊരു സ്റ്റെപ്പ് മുകളിൽ കയറിയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുറ്റത്തിനോട് ചേർന്ന് നല്ല ഒന്നാം തരം ഒരു ലോൺ, അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് ഈ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂളിൽ നല്ല ആഴമുണ്ട്, നല്ല ആഴത്തിലുള്ള വെള്ളമുള്ളതാണ്. അതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിപ്പുറം വന്ന് ഇവിടെ ഇതിനിടയിൽ കൂടെ ഒരു പാലം പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. എല്ലാം കൊണ്ട് നല്ല വ്യത്യസ്തമായ രീതിയിലാണ് ഈ വീട് ഇതാക്കിയിരിക്കുന്നത്. ഹൗസ് വാമിംഗ് ആണ്. എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇവിടം വരെ ഒന്ന് എത്തുകയാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഈ വീടിൻ്റെ ഭംഗി വീഡിയോയിൽ ചിത്രീകരിക്കുകയാണ്. നല്ല രസമായിട്ടാണ് ഈ വീടിൻ്റെ ഇതെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി അപ്പുറം എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഭംഗിയുള്ള വീടാണ്. പേരാവൂർ തെറ്റിവഴിയിൽ ആ ജംഗ്ഷനോട് ചേർന്ന് ഇറ്റേണിറ്റി പൂൾസ് അവരുടെയാണ് ഈ വീട്.
മുട്ടച്ചേട്ടൻ വന്ന് എവിടെ എത്തുന്ന ഈ വീടിൻ്റെ ടെറസ് വരെ എത്തി. കുറേ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ ആരാണെന്നും എന്താണെന്നും ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. വലിയ ഒരു സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ ഒരു സമൂഹം ഇതിൻ്റെ മേലത്തെ ബാൽക്കണിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് സംഭവം എന്ന്. ഇവരാണ് കൂടാളി ഹൈസ്കൂളിലെ 1981 ലെജൻഡ്സ് SSLC ബാച്ച്. ഇത് ഈ വീടിൻ്റെ ഉടമസ്ഥനായ സജിത്ത് ഉണ്ണിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്. ഈ ഇരിക്കുന്ന സുന്ദരി മോള് നമ്മളുടെ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ്റെ മോളാണ്. എന്താണേലും നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് ഈ നല്ല അവസരത്തിൽ, ഈ മംഗളമുഹൂർത്തത്തിൽ. ഞാനും ഇത്ര ദൂരെ നിന്നാണ്. ഇവരാണെങ്കിൽ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പം ഇവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ കൂട്ടായ്മയാണ്. ഭയങ്കര ഇതായിട്ട് ഇത്രയും ദൂരെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് വന്ന അവർക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടീച്ചറോട് ചോദിക്കാം എന്താണ് പറയാനുള്ളതെന്ന്. 2025 പുതിയ വർഷം, പുതിയ ഭവനം സജിത്ത് ഉണ്ണിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ആ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. കാരണം അവർ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഭവനത്തിൽ. ഓക്കെ, അവർ ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, അതല്ലേ ആ ചിരിയല്ലേ. ആ ചിരി ഇവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് മുട്ടച്ചേട്ടൻ സൗഹൃദ കൂട്ടായ്മ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീടിൻ്റെ ഭംഗിയും നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ താഴെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ അതങ്ങ് ശ്രദ്ധിച്ചില്ല. കൂടുതൽ ആൾക്കാരും ഭക്ഷണമെല്ലാം കഴിച്ച് മടങ്ങി എന്നുള്ളതാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ ഒരു സൈഡിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. കുറേ ആൾക്കാർ ഇന്ന് കഴിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കഴിക്കാനുണ്ട്. ഞാനും കഴിക്കാൻ പോവുകയാണ്. കാരണം ഇനി താമസിച്ച് കഴിഞ്ഞാൽ നല്ല ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയാണ്. ഓൺ ദ സെയിം ടൈം സജിത്ത് ഉണ്ണി ആൻഡ് ഫാമിലി വിഷിംഗ് യു എ ബ്ലസ്ഡ് ആൻഡ് 2025 ആൻഡ് ഓഫ് കോഴ്സ് പുതിയ ഭവനത്തിന് എല്ലാവിധ ആശംസകളും. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും തീർച്ചയായിട്ടും നിങ്ങളെ വേണം. നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇതുമില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ മാന്യദേഹത്തിന് നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാവും. എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഫേസ്ബുക്ക് ഫ്രണ്ടായ റോയിയാണ്. റോയിയെ ഞാൻ കാണുന്ന ഏകദേശം ഒരു 35 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ റോയി എന്നോട് ഒന്ന് ചോദിച്ചു അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയുമെന്ന് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു റോയി എല്ലാം ചോദിച്ചു. അപ്പോൾ റോയിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്? എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ്. ആദ്യകാലത്ത് ഞങ്ങളോടൊപ്പം പഠിച്ച് ജീവിച്ച് വളർന്ന വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ ആ പുള്ളിയുടെ സ്ട്രഗിളും അതുപോലെ ഞങ്ങൾ എന്നും ഓർക്കും. പക്ഷെ ഇന്ന് ഈ സ്ഥിതിയിലായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഓക്കെ, നല്ല കാര്യം. സിബി എന്തെങ്കിലും പറഞ്ഞോളൂ. തീർച്ചയായിട്ടും പറഞ്ഞു. മൂത്തമ്മനാണ് ഹജ്ജിയുടെ. ഓക്കെ, നല്ല കാര്യം. പേര് ഔസപ്പച്ചൻ. ഓക്കെ, നല്ല കാര്യം. സാറിൻ്റെ പേര് സിബി. ഓക്കെ, പേര് പറയാമോ? എൻ്റെ പേര് ആൻഡോ. ഓക്കെ, അപ്പോൾ ഈ 4 സുഹൃത്തുക്കളോട് ഒത്തുചേർന്നതുകൊണ്ട് മുട്ടച്ചേട്ടൻ ഇന്നത്തെ നമ്മളുടെ അല്ലേ ഒത്തിരി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമുക്ക് വീണ്ടും നേരാം. സജിത്ത് ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും. വീഡിയോ വാച്ച് ചെയ്യാൻ ഒത്തിരി സന്തോഷം. നിറഞ്ഞ സ്നേഹത്തോടുകൂടി മുട്ടച്ചേട്ടൻ.